നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണ് ഈ നുണകളൊക്കെ പറഞ്ഞ് എനിക്ക് വൈറലാകണം അങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കണ്ടാവും. പക്ഷേ എനിക്ക് യൂട്യൂബിൽ നിന്നും ഒരു പൈസ വേണ്ട. ഓക്കെ, എൻ്റെ ഉദ്ദേശം മൂന്നും ഒന്നാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ജനങ്ങളെ ആ തെറ്റെന്താണെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി എനിക്ക് കാണിച്ചു തന്നതെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ ഒരു ബസ്സിലും സ്കൂൾ ബസ്സിൽ ഡ്രൈവർ മാത്രമുണ്ട്, ആയില്ല എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ ഇറങ്ങുമ്പോൾ പിടിക്കുമ്പോൾ ആയ നിർബന്ധമാണ്. ഒരു സ്കൂൾ ബസ്സും അത് ഇതാക്കണതാണ്. പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എനിക്ക് കാശാണ് ഉദ്ദേശമെങ്കിൽ കേട്ടോ, ഒരു ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റാണ്, ഞാൻ പേരൊന്നും പറയാനില്ല, ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് പറഞ്ഞ് എൻ്റെ അടുത്ത് നീ ഒരു പ്ലാസ്റ്റർ ഇടും, എന്നാൽ ഞാൻ വൈകുന്നേരം കൊണ്ടുവന്നിട്ട് ആ ഡോക്ടറിനും കുറച്ച് പൈസ കൊടുത്തിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് 1,00,000 രൂപ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. എനിക്കന്ന് ആ പൈസ മോഹിക്കുന്നതാണെങ്കിൽ എനിക്കത് പോയി എടുത്താൽ പോരെ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതൊന്നുമല്ല കാര്യങ്ങൾ, അതൊന്ന് ജസ്റ്റ് ആ ഇതിൽ വന്നപ്പോൾ ആ ഡീറ്റെയിൽസ് വന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാനലിൽ പോയത്. ഓക്കെ, ചാനലിലായിരിക്കും അത് സത്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാനൊന്നും ടൈമില്ല. ഒരു ചാനലായിരിക്കും സത്യത്തിൻ്റെ മുമ്പിലൊന്നും നിൽക്കാനൊന്നും ടൈമില്ല. അവർ ഇങ്ങനെ തട്ടിക്കൂട്ടുണ്ടാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ സത്യം ഞാൻ പറയാം എന്താണ് സംഭവിച്ച കാര്യങ്ങൾ എന്താണ്. എനിക്കൊരു 18 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു മുഖപ്രസാദം നല്ല തിളക്കമുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നു വീട്ടിൽ. ആ ടൈമിൽ ഞാനും മാത്രമേ. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ കൈനോട്ടക്കാരനാണ്. ഞാൻ പറഞ്ഞ ആ ഓക്കെ. അപ്പോൾ എൻ്റെ കൈ നോക്കിയിട്ട് പല കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും എനിക്ക് 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പല കാര്യങ്ങളും വരും. അതിൻ്റെ ഇടയിൽ ഒരാൾ നീ പരിചയപ്പെടും, ഒരാൾ വരുന്നുണ്ട് അടുത്ത്. അത് മുൻകൂട്ടി ശിവൻ വരണ പോലും ഈസാ നബി പറഞ്ഞു. എങ്ങനെ മുൻകൂട്ടി പറഞ്ഞു ഈസാ നബി ആണെന്ന് എൻ്റെ വീട്ടിൽ വന്നത്. മുൻകൂട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന പോലെയാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അന്നും ഇന്നും ഒന്നും അറിയില്ല. പക്ഷേ മെമ്മറിയിലേക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വന്നത് ഈ 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എല്ലാ മെമ്മറിയിലേക്ക് കയറുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്ത്. അപ്പോൾ നബി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ജനങ്ങളിലെത്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ഞാൻ. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു സൈഡ് വരുന്നത് ശിവനാണ്, ഒരു സൈഡ് വരുന്നത് ഈസയാണ്, പിന്നെ എൻ്റെ സ്വഭാവം വരുന്നത് മുഹമ്മദ് നബി. സ്വഭാവം സംസാരം അങ്ങനെയൊക്കെ വരുന്നത് മുഹമ്മദ് നബിയാണ്. എനിക്ക് ഈ അടുത്താണ് എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ മതി, ഞാൻ എൻ്റെ പേര് വരുന്നില്ല തെറ്റിച്ചാണ് എഴുതി വെച്ചത്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ടുള്ള പേര് മുഹമ്മദ് തസ്ലീഖ് എന്നാണ് എൻ്റെ പേര്. LIK ആണ് വരുന്നത്. അതുപോലെ മുമ്പേ മായ്ച്ചു വെച്ചു. പിന്നെ വാപ്പാൻ്റെ പേര് അബ്ദുൾ അസീസ്, ഉമ്മാൻ്റെ പേര് നബി പറഞ്ഞ കാര്യങ്ങളല്ല ഉമ്മാൻ്റെ പേര്. പിന്നെ വാപ്പാൻ്റെ പേര് വരുന്ന അലി എന്നാണ് എൻ്റെ വാപ്പാൻ്റെ പേര്, വാപ്പാൻ്റെ പേര്. നബി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇതാ പാടുണ്ട്, ഇതാ കറുത്ത പാട്. പിന്നെ ഞാൻ ജനിക്കുന്ന കേരളത്തിലാണെന്ന് എനിക്ക് മറിവ് വന്നിട്ടുണ്ട്. പറഞ്ഞാൽ കേരളം മുതൽ ഹിമാലയം വരെ എൻ്റെ ദേഹത്തുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്കെന്താണെന്ന് അറിയത്തില്ല, ആ ടൈമിലൊന്നും അറിയത്തില്ല. പിന്നീടാണ് ഈ സംഭവങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. പിന്നെ രണ്ടാമത്തേത് ശിവൻ വന്നത് ഞങ്ങൾ പനമ്പള്ളികളിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഷാജു, കടവന്ത്ര ഷാജു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു അഡ്വർടൈസിങ് കമ്പനി നടത്തുന്നുണ്ട്, മംഗലാപുരം ട്രക്കിങ് കമ്പനി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള വളരെ വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല ഇത് ഹൈ പ്രൊഫൈൽ ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ ഒരു
ആൾ വന്നിട്ട് പറയാനാണ്, ഒരു പവർഫുള്ള ഒരാൾ വന്നിട്ടുണ്ട്, വാ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് വെച്ചു. അപ്പം ഞങ്ങൾ കാറെടുത്തിട്ട് നേരെ പോകണം. നേരെ പോയി ചെന്ന് അങ്ങനെ ശരി ആ സൈഡൊക്കെയാണ്. എന്നിട്ട് ഒരു അമ്പലത്തിൽ നിന്ന് ഒരു സാധാരണ ഒരു മനുഷ്യൻ സാധാരണ ഡ്രസ്സ്, പിന്നെ ഒരു ലേഡി കൂടെ വന്നു കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ കാറെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കറിയാം എന്താണ് നമുക്ക് വിശ്വാസമുള്ള കാര്യമാണ്. നമ്മുടെ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അമ്പലം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് ചെയ്തത് പോസിറ്റീവാണ്. ഒരാളെ ഉപദ്രവിക്കാനാ, ഒരാളെ ഇത് ചെയ്യാനാ ഒന്നും പറയുന്നില്ല. എല്ലാം നന്മ മാത്രമാണ് മൂന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ പോസിറ്റീവ് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു പുരാതനമായിട്ടുള്ള പള്ളി അവിടെ പോയി കണ്ടു, കയറി കണ്ടു, അതിൻ്റെ അകത്തേക്ക് കയറ്റി. അപ്പോൾ ഈ പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഇങ്ങനെയാണ് നടക്കുന്നത്. എൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ അത്ര കാര്യം എന്താണെന്ന് എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല സംഭവം. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പോയിന്റ് ഇട്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പോയിന്റ് ഇട്ട് ജസ്റ്റ് ഹെഡ് ഔട്ട് ടൈമെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പറഞ്ഞു ഒരു മാങ്ങ കാണും. എൻ്റെ അടുത്ത് ചോദിച്ചു മാങ്ങ കാണണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ, ഞാനന്ന് ആ ടൈമിലേക്ക് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റർ ആയിരുന്നു ഒരു ജർമ്മൻ കമ്പനിക്ക് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഇവരായിട്ടും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ISRO എല്ലാവരുമായിട്ടും കണക്ഷനുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കിയെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞത് APJ അബ്ദുൽ കലാമാണ്. അത് ഞാൻ പുറത്ത് ആരടുത്ത് കാണിച്ചിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ APJ സാറ് ആണ് എനിക്ക് ഫസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞത്. എന്താ കാരണം നീ സമ്പാദിച്ചോ, ആ ടൈമിലൊക്കെ സമ്പാദിച്ച് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ സമ്പാദിച്ചോ, നീ ഒന്ന് ഫേമസ് ആയത്, നീ ഇതാകരുത്, നീ സൈലൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം. പറഞ്ഞാൽ നീ ഒട്ടും പുറത്ത് ഒരു കാര്യങ്ങളും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്തോ പുള്ളിക്കാരനെന്തോ മുൻകൂട്ടി അത് കണ്ട് ആ കാര്യങ്ങളെല്ലാം. അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല പുള്ളിക്കാരൻ പെട്ടെന്ന്. ഞാൻ 20-ആം വയസ്സിലാണ് പുള്ളിക്കാരനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ടൂറിസ്റ്റ് ഹോം ഉണ്ട് എന്ന് പറഞ്ഞാൽ എറണാകുളം. അവിടെ നമ്മുടെ രാജകുടുംബത്തിലെ വർമ്മ സാറ് ഒരു ക്ലാസ്മേറ്റാണ്. അപ്പോൾ പുള്ളിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ആ മക്കളമ്പയിലും ഉണ്ടാകാറുണ്ട് ആ ടൈമിൽ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട അങ്ങനെയാണ് പുള്ളിക്കാരൻ. അത് ആവശ്യം വീട് ശിവനെ കണ്ട കാര്യം ഞാൻ നിർത്തി വെച്ചേക്കാണ്. ആ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. അത് ആവശ്യം പിന്നീട് പറയാം നിങ്ങളുടെ. ഇങ്ങനെ സംഭവിച്ചിട്ട് മാങ്ങ കാണണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നുണ്ട് മാങ്ങ. അപ്പോൾ മാങ്ങ കണ്ട്, അപ്പോൾ ആ മാങ്ങ പെട്ടെന്ന് എൻ്റെ കയ്യിലായിരുന്നു. എൻ്റെ കയ്യിലല്ല, പുള്ളിക്കാരൻ്റെ കയ്യിൽ. ഞാൻ മാങ്ങ നോക്കിയപ്പോൾ കാണാനുള്ള ആകെ കിളി പറഞ്ഞു. ഈ കൂടെ വന്നൊരു കിളി പറഞ്ഞു മാങ്ങ കാണാനുള്ള. അപ്പം ഞാനെന്ത് ചെയ്ത്, അപ്പോൾ ആരായാലും നമുക്ക് ഒരു പോസ്റ്റൊക്കെ ചെയ്യൂല. മേജിക്കാണെങ്കിലും നമുക്ക് ഇയാൾ പറഞ്ഞ എന്തിനാണ് എടുക്കുന്നത്. ഞാനും വിശ്വസിക്കാത്തൊരു, ആരും വിശ്വസിക്കൂല അങ്ങനത്തെ രീതിയിലുള്ള കാര്യമാണ്. ഞാനെന്ത് ചെയ്ത് ഒരു മുകളിൽ നോക്കിയപ്പോൾ, ഒരു ഫുള്ള് നോക്കിയപ്പോൾ ഒരു ഇത് കണ്ട്. എന്താണ്, ഒരു തുണി, ചുമന്ന തുണി കണ്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ആ തുണി എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, നീ ഇപ്പം കാണിച്ചില്ലേ അതൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ ഇതേ നിമിഷം തുണി കയ്യിലുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്, ആ തുണി നമ്മൾ കൈ വെച്ച് ആ മാങ്ങ എടുത്തിട്ട് ആ ഡാഷ്ബോർഡിൽ മാജിക്കാണെങ്കിൽ കോട്ടയാന്ന് വിചാരിച്ചു. അങ്ങനെ ആ തുണി ഉണ്ട്. അപ്പോൾ ഒരു പാത്രം, മൂന്നാമത്തെ ആൾ ഷാജുവിൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിനെ കൊണ്ടിട്ട് ഒരു പാത്രം വാങ്ങാൻ പറഞ്ഞു. നേരെ പാത്രം പോയി വാങ്ങിച്ചു. അപ്പോൾ വേറൊരു കാര്യം എനിക്കതിൽ കാണിച്ചു തന്നു കേട്ടോ. ഈ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞ് നേരെ പള്ളിയിൽ പോകുന്നു. അതെനിക്ക് പിന്നീടാണ് എനിക്കൊന്ന് മനസ്സിലായത്. നേരെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോയി പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഉണ്ട്. എന്നിട്ട് ഈ
പാത്രം കൊണ്ടുവന്ന് അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നു. ഇനോവയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. ബാക്കിലിരുന്നിട്ട് തുണി ഈ പാത്രത്തിലിട്ടിട്ട് കവർ ചെയ്തപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഡ്രൈവർ സീറ്റിൽ ഷാജി ചേട്ടൻ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് പുള്ളി പറയുന്നതിന് മുമ്പേ ഞാൻ കണ്ണുകൊണ്ട് കണ്ടു ഏത് ആരാണെന്ന്. പിന്നീട് പുള്ളി പറഞ്ഞത്, പുള്ളി വായ കൊണ്ട് തന്നെ പറഞ്ഞ ഷാജി ചേട്ടൻ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായ കൊണ്ട് പറഞ്ഞു. സംഭവം നടന്നേക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ പള്ളിയിലിരിക്കണ വീഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ആ വീനൊക്കെ എടുത്ത് കുടിച്ച് ആ പാത്രത്തിൽ വന്ന് വീനൊക്കെ എടുത്ത് കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ കണ്ടത് ആള്. ഇതാണ് ശിവനാണ് വന്നത്, ശിവപാർവതിയാണ് വന്നത്. നേരിട്ട് കണ്ടത് ഈ കാര്യങ്ങളാണ്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പടച്ചോൻ ശിവനിലൂടെ എനിക്ക് നിങ്ങൾക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ള പടച്ചതാണ് ഈ പറഞ്ഞ ശിവനും ഈശാനും രണ്ടുപേരും അള്ള പടച്ചതാണ്. അപ്പം അതാണ്. പിന്നെ ഈ ശിവൻ എന്ന് പറഞ്ഞാൽ ആളെന്ന് പറഞ്ഞാൽ 5 മുഖമാണ് ശരിക്കും യഥാർത്ഥത്തിൽ. 5 മുഖം ഇതണ്ട, ഇതെൻ്റെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്തിച്ചെന്നാണ്. എന്ന് പറഞ്ഞാൽ 5 ഭൂതങ്ങളാണ്, പഞ്ചഭൂതങ്ങൾ. ഇത് വേണ്ട, ഇതാണ് പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കയ്യിൽ എത്തിച്ചു തന്നതാണ്. അത് എൻ്റെ കയ്യിൽ എത്തിക്കേണ്ടത് എത്തിക്കും. പിന്നെ വേറൊരു സത്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നമ്മുടെ ഈസാ നബിയില്ലേ, ഈസാ നബീനെ ചതിച്ച ജൂതന് ഇതാണ് അവൻ്റെ മനുഷ്യജന്മം. ബാക്കിയെല്ലാം മൃഗജന്മമാണ് അവനിക്ക് കിട്ടിയത്. ഈ ജന്മത്തിൽ ഞാൻ അവനെ നേരിട്ട് കണ്ടു, യൂദാസിനെ. ഞാൻ ആ സംഭവം കൂടി അത് കണ്ടു, ചതിക്കുന്ന സംഭവം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. യൂദാസിനെ ഞാൻ നേരിട്ട് കണ്ടു. ഈ കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് അവനിക്കും കിട്ടണ്ടേ, അവനിക്ക് മോക്ഷം കിട്ടണ്ടേ. അതും റണ്ണിങ്ങിലാണ്. ഇതും ഈ സത്യം കൂടി നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, ഇതെല്ലാവരുടെ അടുത്തേക്കും ഷെയർ ചെയ്യാം മാക്സിമം. ഓക്കെ, താങ്ക് യു.